ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്താണെന്ന് നോക്കാം. എ റിഫ്ലെക്സീവ് പ്രൊനൗൺ ഷോസ് ദാറ്റ് എ പേഴ്സൺ ഓർ തിങ് ഡസ് സംതിങ് ടു ഹിംസെൽഫ് ഓർ ടു ഇറ്റ്സെൽഫ്. അതായത് ഒരു വ്യക്തിയോ ഒരു വസ്തുവോ സ്വന്തമായി അതിനോട് തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോനൗണുകളെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. യു ആർ ഓൾവേസ് ടോക്കിംഗ് ടു യുവർ സെൽഫ്. വൈ? യു ഷുഡ് ബി അഷെയിംഡ് ഓഫ് യുവർ സെൽഫ്. യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. വാട്ട് ഇഫ് ഐ ടോക്ക് ടു മൈ സെൽഫ്? ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് യു? It's not normal. One does not talk to oneself unless one is crazy. I talk to myself because I make a point of talking only to sensible people. ഇതിലുള്ള യുവർ സെൽഫ്, മൈ സെൽഫ്, വൺ സെൽഫ് ഇതെല്ലാം എന്താണ്? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. യു ആർ ഓൾവേസ് ടോക്കിംഗ് ടു യുവർ സെൽഫ്. നിങ്ങളെപ്പോഴും നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് തന്നെ അത് പറയാനായിട്ട് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന വേർഡാണ് യുവർ സെൽഫ് എന്നുള്ള പ്രൊനൗൺ. പിന്നെന്താ? വാട്ട് ഇഫ് ഐ ടോക്ക് ടു മൈ സെൽഫ്? ഞാൻ എന്നോട് തന്നെ സംസാരിച്ചാൽ എന്താ? അപ്പോൾ എന്നോട് തന്നെ, മൈ സെൽഫ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. ജോൺ ഹേർട്സ് ഹിംസെൽഫ്. ജോൺ സ്വയം പരിക്കേൽപ്പിച്ചു. ഹേർട്സ് ഹിംസെൽഫ്, അവനവനെ തന്നെ പരിക്കേൽപ്പിച്ചു. ഇറ്റ്സ് നോട്ട് ബാഡ് ഇൻ ഇറ്റ് സെൽഫ്. ഇത് അത്ര മോശമൊന്നുമല്ല. അപ്പോൾ ഇറ്റ് സെൽഫ്. ജോൺ, തോമസ് ആൻഡ് ഐ കനോട്ട് ഡിസീവ് അവർ സെൽവ്സ്. ഇവിടെ അവർ സെൽവ്സ് ആണ്. കാരണം എന്താ? 3 പേര് വന്നിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവർ സെൽവ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെൻ എ മിക്സ്ചർ ഓഫ് പേഴ്സൺസ് ഈസ് ഇൻവോൾവ് ദ ഫസ്റ്റ് പേഴ്സൺ ഫോം ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ സെൽഫ് എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ഫോമാണ്. നമ്മൾ കഴിഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് പ്രൊനൗൺ എന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സണൊക്കെ കുറിച്ച്. അപ്പോൾ അത് മനസ്സിലാവാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. റൂൾസ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. നമ്മൾ ഇനി കുറച്ച് റൂൾസാണ് പറയാൻ പോകുന്നത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള. ഫസ്റ്റ്, we do not usually use the reflexive pronoun after prepositional phrases showing spatial relationship. അതായത് നമ്മൾ ഷോയിങ് പ്ലേസ്, അതായത് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് കാണിക്കുന്ന പ്രൊപ്പോസിഷണൽ ഫ്രേസിൻ്റെ ശേഷം നമ്മൾ ഒരിക്കലും എന്ത് യൂസ് ചെയ്യില്ല? റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യില്ല. അത് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്ലേസ്, ഒരു സ്ഥലത്തിനെ കാണിക്കുന്ന കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷണൽ ഫ്രേസസ് ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ഹിംസെൽഫ്. ഐ ഹാവ് നോ മണി ഓൺ മീ. ഐ ലുക്ക് ബിഹൈൻഡ് മീ. ദേ പ്ലേസ് ദ പേപ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഷീ ഫെൽറ്റ് സ്ട്രോങ് ഫീലിങ്സ് റൈസിങ് വിത്തിൻ ഹെർ അല്ലെങ്കിൽ വിത്തിൻ ഹെർസെൽഫ്. ഹീസ് ബിസൈഡ് ഹിംസെൽഫ് വിത്ത് ഗ്രീഫ്. അപ്പോൾ ഇതിൽ ഹി ഹാസ് നോ കൺട്രോൾ ഓവർ ഹിംസെൽഫ്. ഓവർ കഴിഞ്ഞ് ഹിംസെൽഫ് യൂസ് ചെയ്ത്. ഇവിടെ പ്ലേസിനെ ഒന്നുമല്ല നമ്മൾ പറയുന്നത്, അതുകൊണ്ട് അവിടെ ഹിംസെൽഫിനെ യൂസ് ചെയ്തു. ഐ ഹാവ് നോ മണി ഓൺ മീ, അതായത് എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ ഐ ഹാവ് നോ മണി ഓൺ മീ, കയ്യിലില്ല എന്നുള്ളത് ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ മീ മതി, മൈസെൽഫ് വേണ്ട. ഐ ലുക്ക്ഡ് ബിഹൈൻഡ് മീ, ഞാൻ എൻ്റെ പിറകിലേക്ക് നോക്കി. പിറകിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലേസ് ആണല്ലേ. അവിടെ എന്താ? മൈസെൽഫ് വേണ്ട, മീ മതി. ദേ പ്ലേസ് ദ പേപ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. അവർ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ടിൽ. അതൊരു പ്ലേസ് അല്ലേ. അവിടെ ദം എന്ന് പറയുമ്പോൾ ദംസെൽസ് വേണ്ട, ദം മതി. ഷീ ഫെൽ സ്ട്രോങ് ഫീലിങ്സ് റൈസിങ് വിത്തിൻ ഹെർ. അവിടെ നമുക്ക് വേണമെങ്കിൽ വിത്തിൻ ഹെർ എന്ന് യൂസ് ചെയ്യാം, വിത്തിൻ ഹെർസെൽഫും യൂസ് ചെയ്യാം. ഈസ് ബിസൈഡ് ഹിംസെൽഫ് വിത്ത് ഗ്രീഫ്. അവിടെ നമുക്ക് ഹിംസെൽഫാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പ്ലേസ് കാണിക്കണേൽ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട? പ്രൊപ്പോസിഷണൽ ഫ്രേസസ്. നമ്മൾ പ്ലേസിന് റെഫർ ചെയ്യുന്ന പ്രൊപ്പോസിഷണൽ ഫ്രേസസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട? റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യേണ്ട. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റുന്നത്. സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ, വി ഡു നോട്ട് യൂസ് ദ റിഫ്ലെക്സീവ് പ്രൊനൗൺ ഇൻ സം കേസസ് ഈവൻ ദോ ദ ആക്ഷൻ ഓഫ് ദ വെർബ് ഈസ് പെർഫോംഡ് അപ്പോൺ ദ സബ്ജക്റ്റ്. ചില കേസുകളിൽ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യില്ല. എങ്ങനെയൊക്കെയുള്ളതാ?
ഈവൻ ദോ ദ ആക്ഷൻ ഓഫ് ദ verb is performed upon the subject. അതായത് ഒരാൾ സ്വന്തം ചെയ്ത കാര്യം തന്നെയാണെങ്കിലും പ്രവൃത്തി തന്നെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യാറില്ല. അത് ഏതൊക്കെ സന്ദർഭങ്ങളാണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഫസ്റ്റായിട്ട് ദ ആക്ഷൻ ഈസ് വൺ ദാറ്റ് പീപ്പിൾ യൂഷ്വലി പെർഫോംസ്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു കാര്യം സ്വന്തം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൻ്റെ കൂടെ എപ്പോഴും റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യേണ്ട. അതായത് ഐ ഷേവ് അറ്റ് 8 o'clock. ഞാൻ 8 മണിക്കാണ് ഷേവ് ചെയ്യുന്നത്. അപ്പം നമ്മളെന്തായാലും സ്വന്തമല്ലേ ഷേവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ അവിടെ യൂസ് ചെയ്യേണ്ട? മൈസെൽഫ് എന്നുള്ളത് യൂസ് ചെയ്യേണ്ട. ഐ ഷേവ് അറ്റ് 8 o'clock എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അടുത്തതായിട്ട് ഡ്രസ് ആൻഡ് റിലാക്സ്. ഇൻ വിൻ്റർ ഐ ഗെറ്റ് അപ്പ് അറ്റ് നൈറ്റ് ആൻഡ് ഡ്രസ് ബൈ യെല്ലോ ക്യാൻഡിൽ ലൈറ്റ്. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഇവിടെ ഡ്രസ് യുവർ സെൽഫ് മൈസെൽഫ് ഒന്നും വേണ്ട. ഡ്രസ്സ് ചെയ്യുന്നതും റിലാക്സ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മൾ തനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഡ്രസ് മതി, മൈസെൽഫ് ഓർ യുവർ സെൽഫ് ഒന്നും വേണ്ട. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, നമ്മൾ സ്വന്തമല്ലേ കാര്യം ചെയ്യണുള്ളൂ. അതുകൊണ്ട് നമ്മൾ പിന്നെ അതെടുത്ത് പറയേണ്ടതാണ് മൈസെൽഫ് യുവർ സെൽഫ് എന്നൊന്നും. ഗെറ്റ് ഡ്രസ് ഇസ് ബെറ്റർ. അതായത് ഡ്രസ് എന്നുള്ളത് പറയണേലും നല്ലത് ഗെറ്റ് ഡ്രസ്ഡ് എന്ന് പറയുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് വാഷ് ഓർ ഡ്രസ്. ഹി വാഷസ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. ഹി വാഷസ് ഹിംസെൽഫ് എന്ന് പറയണ്ട, ഹി വാഷസ് എന്ന് മതി. കാരണം വാഷ് ചെയ്യുന്ന സ്വന്തമായിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഹിംസെൽഫ് ഒന്നും അവിടെ യൂസ് ചെയ്യേണ്ട. ജോ ഈസ് ഓൾഡ് ഇനഫ് ടു വാഷ് ഹിംസെൽഫ്. ഇവിടെ ജോ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് പറയാം, ഓ അവൻ സ്വന്തമൊക്കെ കഴുകാറായി എന്ന് നമുക്ക് പറയാൻ പറ്റൂലേ. അപ്പോൾ അത് നമ്മൾ ഹിംസെൽഫ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. കാരണം ഒരു കുട്ടി സ്വന്തം ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ വേണമെങ്കിൽ ഹിംസെൽഫ് യൂസ് ചെയ്യുക. അല്ലാണ്ട് സാധാരണ ഒരു വലിയ വ്യക്തികൾ ഇതുപോലെ സ്വന്തം വാഷ് ഡ്രസ്സൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ട? ഹിംസെൽഫ് ഒന്നും യൂസ് ചെയ്യേണ്ട. പക്ഷേ കുട്ടികൾ അത് സ്വന്തം ചെയ്തു തുടങ്ങുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ഹിംസെൽഫ് യൂസ് ചെയ്യാം. ബാക്കി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, വലിയ വ്യക്തികളെല്ലാം സ്വന്തമാണ് ഒരു കാര്യം ചെയ്യണേ. അതുകൊണ്ട് അവിടെ ഹിംസെൽഫ് ഒന്നും വേണ്ട. കുട്ടികൾ ആദ്യമായിട്ടൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ഹിംസെൽഫോ ഹെർസെൽഫോ ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് റൂൾ, ഇഫ് എ വേർബ് ഹാസ് എ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആസ് ദ ഒബ്ജക്റ്റ്. അതായത് ഒരു വേർബിന് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് ഒബ്ജക്റ്റ് ആയിട്ടുള്ളതെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദർ ഈസ് കോ റെഫറൻസ് ബിറ്റ്വീൻ ദ സബ്ജക്റ്റ് ആൻഡ് ദ ഒബ്ജക്റ്റ്. സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലൊരു കോ റെഫറൻസ് ഉണ്ടെങ്കിൽ ദർ ക്യാൻ ബി നോ പാസീവ് ഫോം ഓഫ് ദാറ്റ് സെൻറ്റൻസ്. അവിടെ പാസീവ് ഫോം നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എക്സാമ്പിളായിട്ട് ഹി സോ ഹിംസെൽഫ് ഇൻ ദ മിറർ. അവിടെ ഹിംസെൽഫ് നമുക്ക് യൂസ് ചെയ്യാം. കാരണം അവിടെ ഒരു കോ റെഫറൻസ് ഉണ്ട്, രണ്ടുപേരും തമ്മിലുള്ളൊരു റെഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഹിംസെൽഫ് യൂസ് ചെയ്യാം. പിന്നെ ഫോർത്ത് റൂൾ, ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർബ്സ് ദാറ്റ് റിക്വയർ ദ റിഫ്ലെക്സീവ് പ്രൊനൗൺ. അതായത് നമ്മൾ ചില വേർബ്സിൻ്റെ കൂടെ എപ്പോഴും റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അത് തെറ്റായി പോകും. അങ്ങനെയുള്ള വേർബ്സിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. എക്സാമ്പിളായിട്ട് അമ്യൂസ്, എൻജോയ്, റിവെഞ്ച്, അവെയിൽ, ഹേർട്ട്, ഇഞ്ചർ, ഫെമിലിയറൈസ്, ബിഹേവ്, ആബ്സെൻറ്റ് ആൻഡ് പ്രൈഡ്. ഈ വേർബ്സിൻ്റെ എല്ലാം കൂടെ നമ്മളെപ്പോഴും എന്ത് യൂസ് ചെയ്യണം? റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹി റിവെഞ്ച് ഹിംസെൽഫ് ഫോർ ദ ഇൻസൾട്ട്. ഹി റിവെഞ്ച് ഫോർ ദ ഇൻസൾട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹി റിവെഞ്ച് ഹിംസെൽഫ് എന്ന് യൂസ് ചെയ്യണം. കാരണം അതിൻ്റെ കൂടെ റിഫ്ലെക്സീവ് പ്രൊനൗൺ നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം, നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. അപ്പോൾ ഈ വേർഡ്സ് എവിടെ വന്നാലും നമ്മൾ അതിൻ്റെ കൂടെ എല്ലാം റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യണം. അടുത്തതായിട്ട് ഹി അവെയിൽഡ് ഹിംസെൽഫ് ഓഫ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് കെയിം ടു ഹിം. ഹി അമ്യൂസ്ഡ് ഹിംസെൽഫ് ബൈ വാച്ചിങ് ദ ടെലിവിഷൻ. ഹി പ്രൈഡ്സ് ഹിംസെൽഫ് ഓൺ ഹിസ് ബീയിങ് എ മെമ്പർ ഓഫ് ആൻ ഏൻഷ്യൻറ്റ് ഫാമിലി. ഹി ഹിഡ് ഹിംസെൽഫ് ഓർ ഹി ഹിഡ് ബിഹൈൻഡ് ദ ട്രീസ്, അല്ലെങ്കിൽ ഹി ഹിഡ് ഹിംസെൽഫ്. ഇവിടെ നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. The use of reflexive pronoun is obligatory in all the sentences except the last one. അതായത് മുകളിൽ പറഞ്ഞ ലാസ്റ്റ് അവസാനത്തെ സെൻറ്റൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സെൻറ്റൻസുകളിലും റിഫ്ലെക്സീവ് പ്രൊനൗൺ നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ലാസ്റ്റ് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് ഒഴിച്ചുവിടാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എംഫാറ്റിക് യൂസ് ഓഫ് ദ റിഫ്ലെക്സീവ് പ്രൊനൗൺ. ഇത് നമുക്ക് എന്താണെന്ന് നോക്കാം.
The reflexive pronoun is sometimes used with a noun in the sense of that person or thing and nobody or nothing else. This is called the emphatic use of the reflexive pronoun. അതായത് ചില സമയത്ത് എന്ത് ചെയ്യും, ദ റിഫ്ലക്റ്റീവ് പ്രൊനൗൺ ഈസ് സംടൈംസ് യൂസ്ഡ് വിത്ത് എ നൗൺ ഇൻ ദ സെൻസ് ഓഫ്, അതായത് ദാറ്റ് പേഴ്സൺ, അയാൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ വസ്തു തന്നെയാണ്, അല്ലെങ്കിൽ വേറെ ആരുമല്ല, വേറെ ഒന്നുമല്ല എന്ന് നമ്മൾ പറയാനായിട്ട് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യും. അതെങ്ങനെയെന്ന് നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ദ മാനേജർ ഹിംസെൽഫ് റിസീവ്ഡ് അസ്. മാനേജർ തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ അവിടെ എന്താണ് അർത്ഥം? മാനേജർ തന്നെയാണ്, വേറെ ആരും അല്ലായിരുന്നു. അപ്പോൾ ഒരാൾ തന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തന്നെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, അതിൻ്റെ സെൻസ് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംഫാറ്റിക് യൂസ് ഓഫ് ദ റിഫ്ലെക്സീവ് പ്രൊനൗൺ. അതെന്തിനൊക്കെയാണ്? ദാറ്റ് പേഴ്സൺ ഓർ തിങ്, അല്ലെങ്കിൽ നോബഡി ഓർ നത്തിങ് എൽസ്. ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തു വേറെ ആരുമല്ല, വേറൊന്നുമല്ല, അങ്ങനെയൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്തായാലും യൂസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് റൂൾ, ആഫ്റ്റർ ദ വേർഡ്സ് like, as, but and except and in coordinated phrases like X and I, there is a tendency to use the reflexive pronoun. അതായത് like, as, but, except, പിന്നെ കോർഡിനേറ്റഡ് ഫ്രേസ് ആയിട്ടുള്ള എക്സ് ആൻഡ് ഐ, അവനും ഞാനും അങ്ങനെയൊക്കെ പറയില്ലേ, അതിലെല്ലാം നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ജോൺ ആൻഡ് മൈസെൽഫ്, ജോണും ഞാനും, അവിടെ മൈസെൽഫാണ് പറയേണ്ടത്. John and myself are good friends. For a man like myself, this is a big surprise. ഇവിടെ ലൈക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ for a man like myself അവിടെ നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്തു. പിന്നെ അടുത്ത നെക്സ്റ്റ് റൂളിൽ നമ്മൾ പറയുന്നത് ഇഡിയോമാറ്റിക് യൂസസ് ഓഫ് റിഫ്ലെക്റ്റീവ് പ്രൊനൗൺ. റിഫ്ലെക്റ്റീവ് പ്രൊനൗണിൻ്റെ ഇഡിയോമാറ്റിക് യൂസിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ, ബൈ ഇറ്റ് സെൽഫ്. ബൈ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻസ് ഓട്ടോമാറ്റിക്കലി, ഓട്ടോമാറ്റിക്കായിട്ടെന്നാണ് ബൈ ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ദ മെഷീൻ വിൽ സ്റ്റാർട്ട് അഗെയിൻ ബൈ ഇറ്റ് സെൽഫ് ആഫ്റ്റർ 5 minutes. അതായത് 5 മിനിറ്റിന് ശേഷം ദ മെഷീൻ എന്താ സ്വന്തം സ്റ്റാർട്ട് ചെയ്തോളും. ബൈ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്തോളും. അപ്പോൾ ബൈ ഇറ്റ് സെൽഫ് എന്നുള്ളതിൻ്റെ അതൊരു ഇഡിയോമാറ്റിക് യൂസാണ് എന്തിൻ്റെ? റിഫ്ലെക്സീവ് പ്രൊനൗണിൻ്റെ. അടുത്തതായിട്ട് ഇൻ ഇറ്റ് സെൽഫ്. In itself means considering only the things specified. Example, the idea is not bad in itself. ഐഡിയ അത്ര വലിയ മോശമൊന്നുമല്ല. അപ്പം itself means considering only the things specified. അതായത് നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് തന്നെ വീണ്ടും കൺസിഡർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് in itself. By oneself means alone. By oneself എന്ന് പറഞ്ഞാൽ എന്താ? alone, ഒറ്റയ്ക്ക്. എക്സാമ്പിൾ, he lives all by himself. അവൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. To feel oneself means to find oneself in the normal state of health. അതായത് to feel oneself എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്ന് പറയാനായിട്ടാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? to feel oneself. എക്സാമ്പിളായിട്ട് I do not feel myself this morning. എനിക്ക് ഇന്ന് അത്ര നല്ലതായിട്ട്, അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല, എനിക്കെന്തോ സുഖമുള്ള പോലെ തോന്നുന്നുണ്ട്, അങ്ങനെ പറയാനായിട്ടാണ് നമ്മൾ എന്താ ഫീൽ വൺ സെൽഫ്, അല്ലെങ്കിൽ ഐ ഡു നോട്ട് ഫീൽ മൈ സെൽഫ്, അങ്ങനെയെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലെക്സീവ് പ്രൊനൗണിനെ കുറിച്ചുള്ള ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.